എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വ്യക്തിപരമായ ബാധ്യതയല്ല ജിഹാദ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈമാൻ കാര്യത്തിലോ ഇസ്ലാം കാര്യത്തിലോ ജിഹാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ടില്ല. ഒന്നുകൂടി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വർഷം 53 വയസ്സ് വരെ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് പ്രഖ്യാപിച്ചു. 53 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഹിജ്റ വരുന്നത്. അപ്പൊ 13 വർഷം മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു. പതിനായിരക്കണക്കിന് സഹാബികൾ അനുയായികളുണ്ട്. അവര് മക്കയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. പല ആളുകളിൽ നിന്നും ഭീഷണികൾ വന്നു, അക്രമങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വരെ ജനങ്ങൾ ശ്രമിച്ചു. അതിനു പകരമായി ഒരു യുദ്ധം നടത്താൻ ഈ 13 വർഷവും അല്ലാഹു തആല അനുമതി നൽകിയില്ല. കാരണം ഇസ്ലാമിന്റെ ലക്ഷ്യം യുദ്ധം ചെയ്ത് ശത്രുക്കളെ നശിപ്പിക്കലല്ല, യുദ്ധം ചെയ്ത് കാഫിറുകളെ ഉന്മൂലനം ചെയ്യലല്ലോ ഇസ്ലാമിന്റെ ലക്ഷ്യം. അവരുടെ ഇടയിൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, മർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ട്, പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വശ്യമായ ശൈലി, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം അതവർ കണ്ടോ കേട്ടോ അനുഭവിക്കട്ടെ, അവർ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ അറിയട്ടെ. അങ്ങനെ ഒരു കുട്ടിയെങ്ങാനും ഹിദായത്തിൽ വന്നാൽ അതാണ് പുണ്യം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ജിഹാദ് വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇമാം സർകർശി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ജിഹാദ് എന്ന് പറയുന്ന ഒരു ബാബ് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അവസാനം കാണാം. മഹാനായ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ, കർമ്മശാസ്ത്ര വിശാരദൻ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളയിൽ പറഞ്ഞത് കാണാം, ബിഅന്ന വുജൂബഹു വുജൂബുൽ വസായിലി ലൽ മഖാസിദ്. ഈ യുദ്ധം എന്ന് പറയുന്നത് നിർബന്ധമാവല് തന്നെ വുജൂബൽ വസായിലി, പ്രബോധനത്തിന്റെ വഴിയിൽ വൈതരണികൾ സൃഷ്ടിക്കുമ്പോ ആ വൈതരണികളെ നീക്കം ചെയ്യാനുള്ള ഒരു മാധ്യമം എന്ന നിലക്കാണ് യുദ്ധം നിർബന്ധമാക്കിയത്. അല്ലാതെ ലൽ മഖാസിദി അത് അടിസ്ഥാനപരമായിട്ട് നിർബന്ധമാക്കിയ ഒരു ഇബാദത്തല്ല. അടിസ്ഥാനപരമായ ഇബാദത്ത് നിർബന്ധമാക്കിയ ഇബാദത്താണെങ്കിൽ നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഒരു ഇബാദത്ത് ആക്കേണ്ടതായിരുന്നു. അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ദീനീ പ്രബോധനത്തിന് വിലങ്ങ് സൃഷ്ടിക്കുന്നവരെ ആ വിലങ്ങ് നീക്കുക, ആ തടസ്സം നീക്കാനുള്ള ഒരു മാധ്യമമാണ് ജിഹാദ്. എന്നാൽ അങ്ങനെ തടസ്സമില്ല, അല്ലാതെ തന്നെ ദീന് പ്രചരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലോ അവിടെയാണ് പറയുന്നത് ലൽ മഖാസിദ്, അടിസ്ഥാനപരമായ ഒരു ഇബാദത്തല്ലാത്. ഇതിൽ മഖ്സൂദു മിന്നു അൽ ഹിദായത്തു, ഇസ്ലാമിന്റെ മഖ്സൂദ്, ഇസ്ലാമിന്റെ ദീനിന്റെ ലക്ഷ്യം അൽ ഹിദായത്തു, ജനങ്ങളെ നന്നാക്കലാണ്. അല്ലാതെ വമാ യത്ബഹുവ മിന ഷഹാദ എന്ന് പറഞ്ഞിട്ട് അമ്മാ ഖത്ലുൽ കുഫാരി ഫലൈസ ബിമഖ്സൂദിൻ, അവിശ്വാസികളെ കൊന്നൊടുക്കല് ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല. അങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമവുമില്ല. ഇസ്ലാമിനെ പഠിക്കുന്ന അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ചരിത്രം കേൾക്കുന്ന തെറ്റിദ്ധരിച്ച അവിശ്വാസികൾ, അമുസ്ലിം സുഹൃത്തുക്കള് അവരും ഇത് മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാം ഇതിൽ മഖ്സൂദു അൽ ഹിദായത്തു, ജനങ്ങളെ നന്നാക്കലാണ്, ജനങ്ങളെ മാനസികമായും ശാരീരികമായും സംസ്കരിച്ചെടുക്കലാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങളുടെ ലക്ഷ്യം. ഇസ്ലാമിന്റെ ലക്ഷ്യം, ഖുർആനിന്റെ ലക്ഷ്യം അമ്മാ ഖത്ലുൽ കുഫാർ ഫലൈസ ബിമഖ്സൂദ്, അവിശ്വാസികളെ കൊന്നൊടുക്കലോ അവർക്ക് ശാരീരികമായി നാശം വരുത്തലോ ഇസ്ലാം ഒരിക്കലും മുന്നോട്ട് വെക്കുന്നില്ല. ഇത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പള്ളി ദർസുകളിലും നമ്മുടെ ശരീഅത്ത് കോളേജുകളിലും ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന സർവഗ്രന്ഥങ്ങളിലും വളരെ പച്ചയായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം തീവ്രവാദ പ്രസ്ഥാനമാണ്, ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ തീവ്രവാദത്തിനും വർഗീയവാദത്തിനും വേണ്ടി നടന്നതാണ്, ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടിയാണ് എന്ന് പറയാം? അത് തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാ ബദർ എന്താണ് എന്ന് പറഞ്ഞു തരാൻ അല്ലാഹു തആല ഖുർആനിൽ 3-4 സ്ഥലത്ത് പറഞ്ഞിടത്തൊക്കെ ഈ ലക്ഷ്യങ്ങൾ പറഞ്ഞത്. തടസ്സങ്ങൾ നീക്കുക, മുഅ്മിനീങ്ങൾ അവർക്ക് ചില ദീനീ പ്രവർത്തന രംഗത്ത് അവർ സഹിക്കുന്ന ത്യാഗത്തിന്റെ വില നൽകുക, ഇങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങൾ പറയാൻ കാരണം. അതുപോലെ
അതിന് തടസ്സം നിൽക്കുന്നവര്, അത് ഏത് രാജ്യവും അങ്ങനെയാണ്, ഏത് പ്രസ്ഥാനവും അങ്ങനെയാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ മേക്കെട്ട് കയറുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടി ആ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്നവരെ തടസ്സം മാറ്റുക, അതൊരക്രമമല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലേ, ബദറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു 13 വർഷം യുദ്ധം നടത്തിയില്ല. മക്കയിൽ ഹിജ്റ വന്നു, മദീനയിൽ 2 വർഷമായി, ഇപ്പൊ 15 കൊല്ലായി. 15 വർഷമായപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത്. ആ യുദ്ധം തന്നെ ഞാൻ പറഞ്ഞു, അതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെ തുടങ്ങുമ്പോ അല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടെ അടിവരയിടണം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. യുദ്ധം ചെയ്യണമെങ്കിൽ അതിന് സമ്മതം വേണം, അതിന് സമ്മതം വേണം, പ്രത്യേകമായ സമ്മതം. അസമ്മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല നൽകിയപ്പോഴാണ് യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നത്. അല്ലാതെ സമ്മതമില്ലാതെ, മേലിൽ നിന്ന് ഓർഡർ ഇല്ലാതെ യുദ്ധം ജിഹാദ് എന്ന് പറയുന്ന ആ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. സമ്മതം തരേണ്ട ആള് സമ്മതം തരണം, അല്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കൂട്ടായ്മ, നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു യുദ്ധമുന്നണി പറ്റില്ല. അതാർക്കാണ് സമ്മതം കൊടുത്തത്? ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. മദീനയുടെ രാഷ്ട്രതലവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സുൽത്താൻ. ആ സുൽത്താന് സമ്മതം കൊടുത്തു. എന്നാൽ നബിക്ക് സമ്മതം കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊക്കെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് എല്ലാവരും യുദ്ധത്തിനിറങ്ങാനും പറ്റില്ല. ആ സമ്മതം ലഭിച്ച നേതാവ് ഉത്തരവിറക്കണം. ഉത്തരവിറക്കുമ്പോ യുദ്ധത്തിന് പോകേണ്ടവരാരൊക്കെയാണ്? നോക്കി നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ല സമ്മതം കൊടുത്തു. നബി തങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുത്തു ജനങ്ങൾക്ക്. ബദർ നടത്താനുള്ള സമ്മതം, യുദ്ധം നടത്താനുള്ള സമ്മതം. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക് ഒരു ആള്, ഒരു സ്വഹാബി വരികയാണ്. എന്നിട്ട് ചോദിച്ചു, ഫസ്തഇദനഹു ഫിൽ ജിഹാദ്, ഫസ്തഇദനഹു ഫിൽ ജിഹാദ്. നബിയേ, ജിഹാദ്, ആ ജിഹാദിന് വേണ്ടി അങ്ങേക്ക് സമ്മതം ലഭിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങൊന്ന് യുദ്ധം ചെയ്യാനുള്ള സമ്മതം നൽകണം. യുദ്ധം ചെയ്യാൻ സമ്മതം ഇമാമ് കൊടുക്കണം. ഇമാമുൽ ആദം സുൽത്താൻ, രാഷ്ട്രതലവൻ, രാജാവ്, അധികാരി, ആ അധികാരി സമ്മതം കൊടുക്കണം. രാഷ്ട്രത്തലവൻ സമ്മതം കൊടുക്കണം. രാഷ്ട്രത്തലവന്റെ ഓർഡർ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് ഈ സ്വഹാബി ചോദിക്കുന്നു, ഫസ്തഇദനഹു ഫിൽ ജിഹാദ്. അപ്പൊ രാഷ്ട്രത്തലവൻ ചോദിക്കുകയാണ്, ഫഖാല അഹയ്യും വാലിദാക്, നിന്റെ മാതാപിതാക്കൾ മോനെ ജീവിച്ചിരിക്കുന്നുണ്ടോ? മോൻ പറഞ്ഞു, അതെ, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാ ഫഫീഹിമാ ഫജാഹിദ്, ഫഫീഹിമാ ഫജാഹിദ്, നീ അവിടെ ജിഹാദ് ചെയ്തോ, നീ അവിടെ ജിഹാദ് ചെയ്തോ. നീ രണാങ്കളത്തിൽ ആയുധമെടുത്ത് ജിഹാദ് ചെയ്യാനുള്ള യോഗ്യത നിനക്ക് ഇല്ല മകനെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ പൊരിവെയിലെത്താക്കി അവരെ മുഴുവട്ടിനിലോ അരപ്പട്ടിനിലോ ആക്കി ആയുധമെടുത്ത് പുറത്തിറങ്ങണ്ട. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അയിനു റസൂലുള്ളാഹി ഫജാഹിദ്, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ജിഹാദ് ചെയ്തോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ധർമ്മസമരമാണ് എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുള്ള സമരമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോവണ്ട. ജിഹാദിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ആയുധമെടുത്തുള്ള ധർമ്മസമരമാണെന്ന് നിങ്ങൾ കരുതണ്ട. ഖുർആൻ കൊണ്ടുള്ള സമരമുണ്ട്, ഖുർആൻ കൊണ്ടുള്ള സമരമുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ശത്രുക്കളോട് ഫജാഹിദ് ബിഹി, തങ്ങൾ ആ ഖുർആൻ കൊണ്ട് സമരം നടത്തണം. ആയുധം കൊണ്ടുള്ള സമരമല്ല അത്. പലരും തെറ്റിദ്ധരിച്ചു. ഖുർആൻ ഇടക്കിടക്ക് ജിഹാദ് ജിഹാദ് എന്ന് പറയുന്നുണ്ട്. ആ ജിഹാദ് എന്ന് കേൾക്കുമ്പോത്തിന് ആയുധം എടുത്തിട്ട് ശത്രുക്കളെ കൊല്ലലാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് പലരും. അല്ല, ഖുർആൻ കൊണ്ടുള്ള സമരത്തിന് ജാഹിദ്, ഖുർആൻ കൊണ്ട് സമരം ചെയ്യുക. അങ്ങനെ ഖുർആൻ കൊണ്ട് സമരം ചെയ്യല് നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ചെയ്യുന്ന പോലുള്ള സമരം, അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദ്.
അക്രമിയായ സുൽത്താന്റെ മുന്നിൽ സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്താണെന്നറിയാതെ അത് മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ആ സുന്നത്ത് ഇന്നതാണെന്ന് ജീവിപ്പിക്കുന്ന ദഅവാ പ്രവർത്തനങ്ങൾ, അതാണ് വലിയ ജിഹാദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ജിഹാദാണ്. അള്ളാഹുവിന്റെ ദീന്, റസൂലുള്ളാഹിയുടെ ദീന് അത് ഇന്നതാണ് എന്ന് അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്ത് ഹിദായത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ദഅവാ പ്രവർത്തനങ്ങൾ വലിയ ജിഹാദാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഏറ്റവും കൂലി കിട്ടുന്ന അമ്പിയാക്കളുടെ പ്രവർത്തനമാണത്. അതാണ് നമ്മുടെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവനോട് പറഞ്ഞു, നിന്റെ മാതാപിതാക്കളിൽ നീ ജിഹാദ് ചെയ്യണം. അതും ജിഹാദാ. മാതാപിതാക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുക, ത്യാഗം, ധർമ്മസമരം. അതാണ്. മറ്റൊരു സ്ഥലത്ത് കാണാ, നിന്റെ ശരീരത്തോട് നീ സമരം നടത്തണം, ജാഹിദ്. നിന്റെ ശരീരത്തോട് ധർമ്മസമരം. എന്നല്ല ചില ഹദീസിൽ കാണാം വലിയ യുദ്ധം ജിഹാദ്. അതാണ്. ആയുധം കൊണ്ടുള്ള ജിഹാദ് ചെറിയ ജിഹാദാണ്. സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ് വലിയ ജിഹാദ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനിപ്പോ അടുത്തൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിലാണ് അങ്ങനെ ഒരു ഹദീസില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ സ്വഹാബികളോട് പറഞ്ഞ, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ, നാം ചെറിയ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച് വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് സഹാബികളെ, ഖാലിഫിൻ നഫ്സ വശൈത്താന വഖ്സിഹിമാ വൈൻഹുമാ മഹദാകൻ നുസ്അ ഫത്തഹിമി, സ്വന്തം ശരീരത്തോടും തടീച്ചയോട് അതുപോലെ ഇബ്ലീസിന്റെ ഉപദേശത്തിനോട് യുദ്ധം ചെയ്യണം. ആ യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. ഒരുപക്ഷെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞുകൊള്ളും. പക്ഷേ സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം, തടീച്ചോടുള്ള യുദ്ധം, അത് ചെയ്യാൻ സാധ്യമല്ല. അത് വലിയ യുദ്ധമാണ്. ഇൻഷാ അല്ലാഹ് ആ യുദ്ധവും ബദരീങ്ങളെ യുദ്ധവും തമ്മിലാണ് നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കിപ്പോൾ യുദ്ധം അതാണ്, നമ്മുടെ ശരീരത്തോടുള്ള യുദ്ധം. ആ സമരം ബദരീങ്ങൾ നടത്തിയ സമരം താരതമ്യം ചെയ്തു നോക്കണം. ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കും. റസൂലുള്ളാഹി പറഞ്ഞാൽ വലിയ യുദ്ധമാണ്. ഈ ഹദീസ് അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ആദ്യമൊക്കെ പറഞ്ഞാൽ ദുർബലാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ അങ്ങനെ ഹദീസ് ഇല്ല എന്നാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ വരെ മാറ്റി നിർത്താൻ എന്തിന്? ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി, ചെറുപ്പക്കാരെ വലവീശാൻ. ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല. റസൂലുള്ളാഹി അവിടെയും പറഞ്ഞത് ജിഹാദ്. അപ്പൊ ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് ആയുധമെടുത്തുള്ള യുദ്ധമാണെന്ന് ആരും കരുതണ്ട. അങ്ങനെ സമ്മതം വേണം. ആ സമ്മതം ഓരോ ആളുകളുടെയും അവസരവും സാഹചര്യവും അനുസരിച്ചാണ്. അത് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, സമ്മതം വേണം, ഓർഡർ വേണം യുദ്ധത്തിന്. ആരാ യുദ്ധത്തിന് ഓർഡർ കൊടുക്കുന്നത്? സുൽത്താനാണ്. സുൽത്താൻ ഇല്ലെങ്കിലോ ഇമാമുൽ അഅ്ലം എന്നാണ് സുൽത്താന് പറയാം. ആ സുൽത്താൻ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി. ആ ഭരണാധികാരി രാജ്യത്തിന്റെ ദുന്യവിയായ കാര്യങ്ങളും അദ്ദേഹത്തിന് നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്, ദീനിയായ വിഷയങ്ങൾ നടപ്പാക്കാൻ അധികാരമുണ്ട്. രണ്ടിനും ഒരുപോലെ സിയാസത്തു ദുന്യാ വദ്ദീൻ, ദീനിന്റെ നിയമവും രാഷ്ട്രത്തിന്റെ നിയമവും ഒരുപോലെ നടപ്പാക്കാൻ അധികാരവും പവറുമുള്ള ആക്കാണ് ഇമാമുൽ അഅ്ലം, സുൽത്താൻ എന്ന് പറയുക. അതാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി. ആ ഇമാമുൽ അഅ്ലം ഇല്ലെങ്കിലോ യോഗ്യതയുള്ള, അനിവാര്യ ഘട്ടത്തിൽ യോഗ്യതയുള്ള നേതൃത്വം പ്രഖ്യാപിക്കണം. ശരിക്കും മനസ്സിലാക്കണം, ഇസ്ലാമിൽ ജിഹാദിന് ചില ക്രമങ്ങളുണ്ട്. ഏതെങ്കിലും വ്യക്തികൾക്ക് ഒറ്റടിക്ക് അങ്ങ് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇമാമുൽ ആലമില്ല, ഇസ്ലാമിക രാഷ്ട്രമില്ല, ഇസ്ലാമിക നേതൃത്വമില്ല, ഇസ്ലാമിക രാജാവില്ല എങ്കിൽ യോഗ്യതയുള്ള നേതൃത്വം അനിവാര്യ ഘട്ടത്തിൽ പ്രഖ്യാപിക്കണം. അതിന് യോഗ്യതയുള്ള നേതൃത്വം ഏതാണ്, അനിവാര്യ ഘട്ടം ഏതാണ്, അത് രണ്ടും മനസ്സിലാക്കണം. യോഗ്യതയുള്ള നേതൃത്വം എന്ന് പറയുന്നത് കാര്യശേഷിയും പ്രതാപവും അറിവുമുള്ള അഹിലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ ഉലമ, ഉമറ, യോഗ്യതയുള്ള പ്രതാപശാലികളായ ആളുകൾ, അവരെന്തു പറഞ്ഞാലും നടപ്പാക്കാൻ കഴിയുന്ന ഉമറാക്കൾ ഉണ്ടാവും. ആ ഉമറാവും ഒപ്പം അറിവുള്ള പണ്ഡിതരും, അതാ ഉലമ. ഈ രണ്ടും കൂടിയ നേതൃത്വം, അവര് എന്തും നടപ്പാക്കാൻ കഴിയുന്ന, ദീനെ സംബന്ധിച്ച് എന്തും അറിവുള്ള അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്, അങ്ങനത്തെ കാര്യശേഷിയും പ്രതാപവുമുള്ള ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളും
അംഗീകരിക്കുന്ന, അവര് നിയമിക്കുന്ന ഖാദിമാർ, അവരല്ല പ്രഖ്യാപിക്കേണ്ടത്. ആ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് നിയമിക്കുന്ന ഖാദിമാർ അവരാണ്. പിന്നെ ഇമാമുൽ അഅ്ലം ഇല്ലെങ്കിൽ പിന്നെ അവർക്കാണ് പവർ. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനല്ല, അവര് യോഗ്യതയുള്ള, പ്രതാപമുള്ള, അധികാരമുള്ള, അറിവുള്ള ഉലമ ഉമറ കൂട്ടം തെരഞ്ഞെടുക്കുന്ന, ബൈഅത്ത് ചെയ്യുന്ന ഖാദിമാർ. നമ്മളെ പള്ളിയിൽ വന്നിട്ട് ഖതീബാക്കുന്നവരെ നമ്മൾ മഹല്ലിൽ നമ്മളെ ഖാദിയാരാണ് പറഞ്ഞാൽ അതല്ല, ആ ബൈഅത്ത് ചെയ്തിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അതിനാ ഖാദിക്ക് കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റാത്ത ഒന്നും ഇല്ലാത്ത ഖാദിയാണെങ്കിൽ ദറൂറത്തിന്റെ ഖാദി എന്ന് പറയും. അനിവാര്യ ഘട്ടത്തിലാക്കിയ ഖാദി. ഈ അനിവാര്യ ഘട്ടത്തിലാക്കിയ ഖാദിക്ക് അനിവാര്യ ഘട്ടങ്ങളിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, യോഗ്യതയുള്ള നേതൃത്വം അനിവാര്യ ഘട്ടത്തിൽ ഉണ്ടാക്കിയ ഈ ഖാദി, ആ ഖാദി ഓർഡർ ഇടണം. എന്നാലോ അതും എപ്പോൾ അനിവാര്യ ഘട്ടം ഏതാണ് അത് മനസ്സിലാക്കണമല്ലോ. അനിവാര്യ ഘട്ടം ദീനീ പ്രചരണം നിയമം പോലും തടയപ്പെട്ടു. ഒരു അനിവാര്യ ഘട്ടം അതാണ്. നമ്മളെ മുഖ്യ ലക്ഷ്യം ദീനീ പ്രചരണമാണ്. അത് നിയമം മൂലം തടസ്സപ്പെട്ടു. ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ അനിവാര്യ ഘട്ടം വരുമ്പോ നേരത്തെ പറഞ്ഞ സുൽത്താനോ ഇമാമിനോ ഖാദിക്കോ ആ തടസ്സം നീക്കാൻ വേണ്ടി എല്ലാ വഴികളും നോക്കി കഴിയുന്നില്ലെങ്കിൽ ജിഹാദിന് പ്രഖ്യാപിക്കാം. ഇനി നിങ്ങൾ വരി, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇന്ത്യ രാജ്യം മതേതരത്വ ജനാധിപത്യ ഭരണഘടന അംഗീകരിക്കുന്ന നമ്മുടെ ഭരണഘടനയിൽ ഏത് മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന മതം വിശ്വസിക്കാനുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കാത്ത നിലക്ക് അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഇത് നിയമം മൂലം ഒരു കരാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഏതു മനുഷ്യനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ആ സ്വീകരിച്ച അവന്റെ ആശയവും ആദർശവും പ്രചരിപ്പിക്കുകയും ചെയ്യാം എന്ന് മാത്രമല്ല, അതിനാരെങ്കിലും പ്രയാസം സൃഷ്ടിക്കുകയാണെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ട്. നിയതമായ മാർഗത്തിലൂടെ ആ തടസ്സങ്ങൾ നീക്കാനും നമ്മുടെ ഭരണഘടന മാർഗം തന്നിട്ടുണ്ട്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി മദീനയിലെത്തി. മദീനയിൽ യഹൂദികളുണ്ട്, നസാറാക്കളുണ്ട്, അതുപോലെ മറ്റു ചില ഗോത്രവർഗങ്ങളുണ്ട്, ഒപ്പം മുസ്ലിമീങ്ങളുണ്ട്. ഇങ്ങനെ 3-4 ആദർശത്തിന്റെ, ആശയത്തിന്റെ, മതത്തിന്റെ വക്താക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനായി എല്ലാവരും നിയോഗിച്ചു. റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ യഹൂദികളെ കശാപ്പ് ചെയ്യാം, നസാറാക്കളെ കശാപ്പ് ചെയ്യാം, പലരെയും കൊല്ലാം, ഇസ്ലാം മാത്രം മതി ഇവിടെ എന്ന് വെക്കാം. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ വ്യവസ്ഥതയില്ലല്ലോ. അള്ളാന്റെ റസൂലാണല്ലോ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികള് റസൂലുള്ളാന്റെ ജീവിതം, മദീനത്തെ ജീവിതം പഠിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനക്ക് രൂപം നൽകിയത് എന്ന് തോന്നിപ്പോവും. ആ നിലക്കാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന. മുഹമ്മദുർ റസൂലുള്ളാഹി ആ മദീനയിൽ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി. എന്നിട്ടൊരു കരാർ എഴുതിയുണ്ടാക്കി. സീറത്ത് ഇബ്നു ഹിശാമിൽ കാണാം, സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം. റസൂലുള്ളാഹി അവിടെ എല്ലാവരെയും വിളിച്ചു. യഹൂദികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങളുടെ ആശയമനുസരിച്ച് ജീവിക്കാം. നസാറാക്കളെ, നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങളുടെ ആശയമനുസരിച്ച് ജീവിക്കാം. അതുപോലെ മുസ്ലിമീങ്ങൾക്കും അവരുടെ ആശയമനുസരിച്ച് ജീവിക്കാം. എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി ഇവിടെ ജീവിക്കാം. ഇത് മദീന എന്ന് പറയുന്ന രാജ്യമാണ്. ഈ രാജ്യത്തെ പൗരന്മാർ ആ വിഷയത്തിൽ തുല്യരാണ്. മതസ്വാതന്ത്ര്യം, എല്ലാവരും തുല്യരാണ്. പിന്നെ നബി എന്തിനാ വന്നത്? നബി അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ മുന്നിൽ വെക്കുന്ന ആശയം, ദർശനം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അത് പ്രചരിപ്പിക്കണമെങ്കിൽ സമാധാന അന്തരീക്ഷം വേണം. എല്ലാവർക്കും കേൾക്കാനും ചിന്തിക്കാനും പറ്റിയ അന്തരീക്ഷം വേണം. ആ അന്തരീക്ഷമാണ് ഇതിലൂടെ സൃഷ്ടിക്കുന്നത്. സംഘടനകളുടെ ലോകത്ത് ഉപദേശം അത് മനസ്സിൽ കയറൂല. ഖുർആൻ ഓതി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എപ്പോഴും വർഗീയവാദം, സംഘട്ടനങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, അവിടെ പിന്നെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ നേരണ്ടോ? അതുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും ശാന്തമായ അന്തരീക്ഷം വേണം. കലുഷിതമായ അന്തരീക്ഷത്തിലല്ല വേദ പറയേണ്ടത്.
ആദ്യം ഈ അന്തരീക്ഷം ശരിയാക്കിയെടുക്കുകയാ വേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാവർക്കും സൗകര്യം പോലെ ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടി ജീവിക്കാം എന്നിട്ടാണ് നബി തങ്ങൾ അവരോട് വഅദ് പറയുന്നത്. അപ്പൊ അത് കേട്ട് മനുഷ്യൻ മൂണ കൊടുത്ത് ചിന്തിച്ച് ഇസ്ലാമിലേക്ക് വരികയാണ്. ഇങ്ങനെയാണ് ഇസ്ലാം. അല്ലാതെ വാളെടുത്തിട്ട് ഇസ്ലാം പ്രചരിപ്പിച്ചതല്ല, കൊന്നൊടുക്കി ഇസ്ലാം പ്രചരിപ്പിച്ചതല്ല. ഈ ആയിരക്കണക്കിന് വാളുകളെക്കാൾ ശക്തിയുള്ള മൂർച്ചയുള്ള ആയുധമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ആശയങ്ങൾ, ആ ആശയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ദഅവത്ത് പ്രബോധനം നടത്തിയത്. റസൂലുള്ളാഹി അന്ന് കരാർ എഴുതി, എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാട്. മാത്രല്ല കരാറിൽ ഒന്നും കൂടി കൂട്ടി, ഈ രാജ്യത്തെ ആക്രമിക്കാൻ പുറം രാജ്യത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എല്ലാവരും രാഷ്ട്രത്തലവന്റെ ഉത്തരവ് പ്രകാരം പ്രതിരോധിക്കാൻ തയ്യാറാവണം. ഈ രാജ്യത്തെ ഒരു പൗരന് ഒരു വിഷമം വന്നാൽ, മറ്റൊരാളൊരു വിഷമം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാവരും അതിനെതിരെ തിരിയണം. മറ്റൊരു രാജ്യക്കാരൻ ഈ രാജ്യത്തെ പൗരനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ കരാർ എഴുതി. ഇതൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തി വെച്ചാണ്. അതുകൊണ്ട് അതുപോലെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. ഇത്ര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം വേറെയില്ല. മതപരമായി ഏതാളുകൾക്കും അവനവന്റെ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനും. അതുകൊണ്ടല്ലേ നമ്മൾ മൈക്ക് കെട്ടിയിട്ട് ഏത് പാതിരാ സമയത്ത് എവിടെയും നമുക്ക് പ്രസംഗിക്കാം, എവിടെയും പറയാം. മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടാവും, പലർക്കും അറിയാം. ഈ സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്, അവകാശമാണത്. അഥവാ ആ അവകാശത്തിനെ ഹനിക്കുന്ന നിലക്ക് വല്ല പ്രവർത്തനവും കണ്ടാലോ ഭരണഘടനയിൽ പരിഹാരമുണ്ട്. നീതിന്യായ വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. ആ നിയതമായ മാർഗത്തിലൂടെ സമീപിച്ച് അതിന് പരിഹാരം കണ്ടെത്താം. ഇങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ ഇസ്ലാമിന്റെ വ്യക്തമായ ഈ കാഴ്ചപ്പാടില്ലാതെ ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ സംബന്ധിച്ച് പൊലിപൊലിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ആയുധമെടുത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ അനർത്ഥങ്ങൾ വരുത്തിവെക്കുമെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ചുകൊണ്ട് നമ്മുടെ മഹത്തുക്കളായ ഇമാമുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്നിനും. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഇന്ത്യ രാജ്യം, ഇന്ത്യ നമ്മുടേതാണ്. പള്ളിയിൽ നിന്നൊക്കെ ഇന്ത്യ രാജ്യം വേദ പറയാൻ പറ്റുമെന്ന ചില സംശയം. ഇന്ത്യ മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യം, അത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ നേതാവായ, നമ്മുടെ പാപ്പയായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്ത് ദുനിയാവിലേക്ക് വന്ന് ആദ്യമായി കാലുകുത്തിയത് അവിഭക്ത ഇന്ത്യയിലാണ്, ഇന്ത്യ രാജ്യത്താണ്. ആദ്യ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ കാലുകുത്തിയ ഈ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനും സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നിലക്ക് നമ്മൾക്ക് കടമപ്പെട്ട നമ്മുടെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തിന് മഹത്തായ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യം നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടതാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മളൊക്കെ പഠിക്കുന്ന ഫത്തുൽ മുഈൻ ഉണ്ടല്ലോ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാക്കും തൂലികയും ഉപയോഗിച്ച് പടപൊരുതാൻ പ്രചോദനം നൽകുന്ന ആദ്യത്തെ ഗ്രന്ഥം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച ഫത്തുൽ മുഈനിൽ കാണാം 40 പ്രാവശ്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കാൽനടയായി ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 40 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും ചുരുങ്ങിയത്. അതുകൊണ്ട് പാരമ്പര്യമുള്ള നമ്മെ ഗോബേക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ചെലോ എന്ന് പറയാനോ ലോകത്ത് ഒരാൾക്ക് അധികാരമില്ല. അതുകൂടി ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഖുർആൻ പറഞ്ഞ അത്തരം ചരിത്രങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ ഒരു ബന്ധവും പാരമ്പര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം എല്ലാവരുടേതുമാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വകവെച്ച് തരുന്ന ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. നീതിന്യായ വ്യവസ്ഥകളുണ്ട്. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കരാർ, കരാർ ലംഘനം പാടില്ല. ആ കരാർ അനുസരിച്ചവരാണ് എല്ലാവരും. ആ കരാർ പൊളിക്കാൻ പാടില്ല. കരാർ പൊളിക്കുന്നത് വലിയ അപകടം, കുറ്റമാണ്. മദീനയിൽ ഇങ്ങനെ കരാറുണ്ടാക്കി. ആ കരാർ പ്രകാരം മദീന ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ആക്രമിക്കാൻ നേരിടാനും മദീനയിലുള്ള എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചു. അതൊരു പൗരന്റെ അവകാശമാണ്. അതുകൊണ്ടാണ് പലർക്കും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ എവിടെ നിൽക്കും? മുസ്ലിമീങ്ങളെ ആരും അങ്ങനെ പഠിപ്പിക്കേണ്ടതില്ല, ചോദിക്കേണ്ടതില്ല. ഒരു രാജ്യത്തിന്റെ കരാറനുസരിച്ച് ഒരു രാജ്യത്ത് നിൽക്കുമ്പോ
അത് അവനവന്റെ രാജ്യമാണ്. അതിലുള്ള കരാറ് പാലിക്കേണ്ടതുണ്ട്.